ആടാ ഇവിടെയൊക്കെ കുളിക്കാനെങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏട്ടിൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ആ റൂട്ട് കയറുമ്പോൾ തന്നെ ഒരു കിടുക്കനൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ വെള്ളച്ചാട്ടം നോക്കിയേ, അങ്ങ് ദൂരെ മലകൾക്കിടയിൽ. ഞങ്ങൾ ചിന്നാർ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് പോകുമ്പോൾ മൃഗങ്ങളെ കാണാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് ആനയൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. പക്ഷെ നമ്മൾ ഉണ്ടാകും എന്നുള്ള ആരും സംശയം. ഇവിടെയൊക്കെ ചന്ദനമരമില്ലേ? പക്ഷെ ഇവിടെ ചന്ദനമരം മാത്രമുള്ള സ്ഥലം. ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്, മണ്ണ് ചെറുതായിട്ടൊക്കെ ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. മയിലുണ്ട്, മയിൽ. അത് നമ്മളെ വണ്ടിയൊക്കെ കാണുമ്പോൾ ഓടി വരുന്നേ, പേടി കുറവാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആനയുണ്ട്, മയിലുണ്ട്, കുതിരയുണ്ട്, കടുവയുണ്ട്. നമ്മൾ ഈ റൂട്ട് യാത്ര ചെയ്യുമ്പോഴേ കുറേ പക്ഷികളുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള കുറേ വെറൈറ്റി പക്ഷികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഓറഞ്ച് മിനിവെറ്റ് എന്നാണ് ഈ പക്ഷിയുടെ പേര്. നമ്മളിപ്പോൾ പോകുന്ന സമയം വെച്ചാൽ ഏകദേശം ഒരു ഉച്ച പറയാട്ടാ. ഒരു രാവിലെ വൈകിട്ട് സമയങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ കാണാൻ കൂടുതൽ സാധ്യത ഈ റൂട്ട് വരുമ്പോഴൊക്കെ. പക്ഷെ ഒരു തവണ വന്നപ്പോൾ മയിലിനെ നമുക്ക് ഉണ്ടായിരുന്നിട്ട് ഇവിടെ. മയിലിനെ ഞാനിനെ കണ്ടില്ല. വലിയൊരു കുഴിയുണ്ട്. അപ്പോൾ നമ്മളടുത്ത ചെക്ക് പോസ്റ്റ് വന്നിട്ടാ. ഇവിടെ നമ്മൾ പേര് ഡീറ്റെയിലൊക്കെ എഴുതി കൊടുത്തു. എന്തായാലും അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് തമിഴ്നാട് കിടക്കുന്നത്. നമുക്ക് അവിടേക്ക് പോയിട്ട് നമ്മൾ ഈ റൂട്ട് വയ്ക്കാൻ നമുക്ക് പറമ്പിക്കുളം കടുവ സംഘങ്ങളിലൊക്കെ പോകട്ടോ. ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണ്ടേ? ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഡീറ്റെയിലൊക്കെ എഴുതി കൊടുത്തത് അണ്ണാമലൈ ടൈഗർ റിസർവേ നേരെ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞത്. അമ്പലത്തിൽ കയറണമെങ്കിൽ കാണാം. ഇനിയിപ്പോൾ ആനനെ കാണിച്ചു തന്നില്ലെന്ന് പറയുന്നത് ഒരു കൂട്ടം ആനകൾ പെണ്ണില്ലേ നിങ്ങൾ കൂട്ടി. റോഡ് നോക്കുക, ഒരു രക്ഷയില്ലാത്ത കിടിലൻ റോഡ്, ഒരു രക്ഷയില്ലാത്ത റോഡ്. അങ്ങ് ദൂരെ വരെ എന്തായാലും കാണുന്ന വരെ ഒരു കുണ്ടും കുഴിയും ഒന്നും. കുറ്റം പറയല്ല, നമ്മൾ വന്നപ്പോൾ നമ്മുടെ റോഡ് ഇച്ചിരി മോശമായിരുന്നു. പക്ഷെ അതിനേക്കാളും ബെറ്ററും കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. അതെ, കിട്ടാതെ പറഞ്ഞത്. റോഡിന് വീതി വളരെ കുറവുണ്ടോ. 2 വണ്ടി കഷ്ടിച്ച് മുട്ടിയില്ലെന്ന് പറഞ്ഞു. നമ്മളെ ഇതിലോട്ട് യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ടൊരു സംഭവിച്ചില്ല. ഓപ്പോസിറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ഇറക്കിത്തരാൻ ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് TN നമ്മുടെ കേരള കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി ഇതാണ്. നമ്മൾ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അത്ര താഴേക്ക് പോകും. നമ്മൾ അത്ര ഫ്രണ്ട് ഇടിക്കാത്ത സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിലേ ചിന്നാറ് നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും തമിഴ്നാടാണ്. അപ്പോൾ അണ്ണാമലൈ ടൈഗർ റിസർവ്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോഴേക്കും ഒരു ഏരിയയിൽ മുതലേക്കുള്ളൊരു സ്ഥലമുണ്ട്, വലിയൊരു പുഴയാണ്. അത് നോക്കട്ടെ. ഓക്കെ, കാണുകയാണെങ്കിൽ നമുക്കത് ഓക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാം. പക്ഷേ നമുക്കേ ഇവിടെ അങ്ങനെ ഇറങ്ങാനുള്ളൊരു ഇതില്ല. വണ്ടിയിലെന്നൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇറങ്ങാൻ പാടില്ലെന്ന് അവർ പറഞ്ഞത്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ സാധനം എന്തായാലും അതിന് ആ ഒരു പ്രതീക്ഷ അത് മാത്രമേ ഉള്ളൂ. കാരണം ആനനെ കാണുന്നിട്ട് ഇതുവരെ ആനനെ കണ്ടില്ല. ഇനി മുതലനെ കാണുമോ? വണ്ടി കയറി തുടങ്ങിയതല്ല. ഇപ്പോഴാണ് കേട്ടോ കുറച്ച് കുരങ്ങിനെ കണ്ടത്. എങ്ങനെ കിടക്കണ്ട മുതല എൻ്റെ പൊന്നു. എന്താ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് ഇപ്പോഴാട്ടാ. നമ്മൾ ഹിക്ക പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു സംഭവം ഈ കുരങ്ങിലപ്പോൾ നമ്മുടെ മൊബൈൽ തട്ടിയെടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇല്ല അതല്ലേ അപ്പോഴല്ലേ അതിലല്ലേ കണ്ട ഇപ്പോഴാണ്ടോ കണ്ട അപ്പോഴല്ലേ? ആ അതെ ഡൽഹി നീരിപ്പോഴാണ്. അവൻ നീന്തിപ്പോണൊക്കെ നമ്മുടെ വലിയൊരു പുഴയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുതല നീന്തിപ്പോണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്.
ഓ ഇപ്പോൾ അവൻ്റെ പുറമെ കാണാട്ടോ, നന്നായിട്ട് കാണാം. എന്നിട്ട് പൊന്നു വീട്ടിലെ സാധനം ഒരു രക്ഷയില്ലാത്ത. ആ എടാ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ, കാണാൻ പറ്റണ്ടാക്ക്. ആഹാ എടാ ഇവിടെയൊക്കെ കുളിക്കാനെങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടിന്ന് പറഞ്ഞാൽ മതി. അവൻ കറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ കേട്ടാ. പോണോക്കി ഇപ്പം അത്യാവശ്യം അവൻ്റെ പുറഭാഗം കാണാട്ടാ. ഈ ഗ്ലീകള് ക്രസ്റ്റഡ് ഹോക്ക് അവനെന്തോ കൊത്തി തിന്നോണ്ടിരിക്കട്ടോ. അങ്ങനെ നമ്മളിവിടുത്തെ ചെക്ക് പോസ്റ്റ് ഇതാ ക്രോസ് ചെയ്തിരിക്കുന്നു. അതെ നമ്മൾ കടന്നു വന്നാൽ ചെക്ക് പോസ്റ്റ് 9 ചെക്ക് പോസ്റ്റ്. അത് കടന്നു വരുമ്പോഴേക്കും ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. എന്താട്ടോ ഇരിക്കണേ, കുറങ്ങനെ ഒഴിക്കാണല്ലേ, നമ്മൾ കരിക്കും ഇതൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട്. അങ്ങനെ നമ്മൾ ചിന്നാറും കടന്ന് 9 എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ വരുന്ന വഴി വേറെ അനിമൽസിനൊന്നും കാണാൻ പറ്റില്ല, പിന്നെ മുതലേനെ കാണാൻ പറ്റി. അതൊരു വലിയൊരു ഭാഗ്യം തന്നെ. നമ്മൾ മുതലേനൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലൈവായിട്ട് ഇങ്ങനെ, അതെന്തായാലും കാണാൻ പറ്റിയൊരു ഒത്തിരി സന്തോഷം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണിത്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഇത് ബൗണ്ടറി ആട്ടാ 9 ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലം ഉടുമൽപേട്ട അല്ലേ, അതോ ഈ പൊള്ളാച്ചി. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നമ്മുടെ ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാതെ. ഓക്കെ ബൈ. ഓക്കെ ഏട്ടാ.